ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. നമുക്ക് വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി വെണ്ടക്ക ഞാൻ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റവ് കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയ 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇനി തക്കാളി നന്നായിട്ട് കുക്കായി വരണം. പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാത്രം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് വെന്ത് വരാനായിട്ട് എടുക്കും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. വെണ്ടക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടക്കയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.